ഹലോ മക്കളുമാരെ, ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നറിയാമോ? ഞാനേ ഒരു കുറച്ച് കൂർക്ക എടുത്തിട്ട് മെഴുക്ക് വരട്ടാൻ പോവുകയാണ്. ഞാൻ എങ്ങനെയാണ് കൂർക്ക ശരിയാക്കുന്നതെന്ന് കാണില്ല. ഇത് ഞാൻ കൂർക്ക മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഇട്ട് പുഴുങ്ങി വേവിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം പുഴുങ്ങി വെച്ചിരിക്കുകയാണ്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ചീനിച്ചട്ടി അടപ്പ് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിരിക്കുകയാണ്. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് എന്നാ കടുവൊക്കെ ഇട്ട് കൊടുക്കാം. കടുവൊക്കെ കഴിഞ്ഞു വറ്റൻമുളക്, കറിവേപ്പില ഫ്രിഡ്ജിൽ ഇരിക്കുക. അതുകൊണ്ട് ഞാൻ പിന്നെ ഇപ്പോൾ എടുക്കാം. ഇതിട്ട് ഉള്ളിയും കൂടി ഇട്ടിട്ടെടുക്കാം. ചെറിയുള്ളിയാണ് നല്ലത്. ചെറിയുള്ളി പൊളിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് സവാള, ഒരു വലിയ സവാളയുടെ പകുതി. ചെറിയുള്ളിക്കാണ് ടേസ്റ്റ് കൂടുതൽ കേട്ടോ. അറിയാമോ? ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഞാൻ മിക്സി ചതച്ചതാണ്. കറിവേപ്പില, നമ്മുടെ പുഴുങ്ങി വെച്ച കൂർക്ക. ഞാനിത് മുളക് പൊടി ചേർക്കത്തില്ല. അതിന് പകരം ഞാൻ ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ് ചേർക്കാൻ പോകുന്നത് കേട്ടോ. കുരുമുളക് പൊടി സ്വല്പവും ഇപ്പോൾ നമ്മൾ ഈ ഉള്ളിയൊക്കെ ഇട്ടില്ലേ, അതിന് വേണ്ടിയുള്ള ഇതെല്ലാം വെന്തതാണ്. ഇതെല്ലാം വെന്ത് ഇരിക്കുന്നതായത് കാരണം പിന്നെ 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇത് തേങ്ങക്കൊത്തൊക്കെ ഇട്ട് വെക്കാമെങ്കിലും നല്ലതായിരിക്കും. തേങ്ങ അടിപൊളി. ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കൂർക്ക മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കണേ. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.